ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാർത്തകളിൽ ഇടം പിടിച്ച ഒരാളാണ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് മകനെതിരെ അത്തരത്തിലൊരു കേസ് വന്നപ്പോൾ വളരെ കൃത്യമായി സമൂഹത്തിന് മുൻപിൽ പറഞ്ഞു, ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് തെറ്റുപറ്റി, പക്ഷേ അവനെ തിരുത്താൻ എനിക്ക് സാധിക്കും. ഇതുപോലെ എത്ര മാതാപിതാക്കൾക്ക് ഇവിടെ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ വിഷയം. പ്രതിഭ MLA ആ മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ എക്സൈസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ബലിയാടാക്കിക്കൊണ്ട് ഉള്ള നീക്കം പ്രതിഭ MLA ഒരു വശത്ത് നടത്തുമ്പോഴാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള ഒരു പിതാവ് വന്നുകൊണ്ട് എൻ്റെ മകനിതാ തെറ്റുപറ്റി, അവനെ ഞാൻ തിരുത്തുമെന്ന് പറയുന്നത്. ഇതൊരു വകതിരിവിൻ്റെ പ്രശ്നമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് പറഞ്ഞു മകൻ അകപ്പെട്ട ഈ കുടുക്കിനെ കുറിച്ച്, ഇതിൽ മകനെ ഉൾപ്പെടുത്തിയവരെ കുറിച്ച്, ആ മാഫിയയെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് മുൻപാകെ വയ്ക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ വിവരങ്ങൾ ജനം ടിവിയോട് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുമോ? അതുവഴി പ്രേക്ഷകർക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയുമോ? മകൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഒരു പുതിയ കാര്യം, എല്ലാ കോളേജുകളിലും അഡ്മിഷൻ സമയത്ത് ഈ ലഹരിയുടെ പ്രധാന ആള് അവരുടെ പൈസയ്ക്ക് അവരുടെ ആളുകൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കോളേജിൽ ലഹരിയുടെ ഒരു സഹായിയായിട്ട് കോളേജിൽ പഠിക്കാനല്ല പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ആ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത ആൾ 10 സുഹൃത്തുക്കളെ കണ്ടെത്തും. എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്? പോലീസ് ഓഫീസറുടെ മകൻ, വലിയ അഭിഭാഷകന്റെ മകൻ, വലിയ രാഷ്ട്രീയക്കാരൻ്റെ മകൻ, അതുപോലെ ഉന്നതരെന്ന് തോന്നുന്ന ആളുകളെ അവർ കൂട്ടുപിടിക്കും ആ പയ്യൻ. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൈസ ചെലവാക്കി അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന ആളിനെ അവർ പരിചയപ്പെടുത്തും. അപ്പോഴവർ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ഇപ്പോഴത്തെ മന്തിയോ ഗന്തിയോ ഒക്കെ കൂടി വാങ്ങിച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ബിയർ വാങ്ങിച്ച് കുടിക്കും. ബിയർ കുറ്റമില്ല എന്ന് പറയും കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് അതിൽ പ്രധാനിയായിട്ടുള്ള ആളുകൾ ആരെങ്കിലും മറ്റൊരു ലഹരി കഴിക്കും. അപ്പോൾ കൂട്ടത്തുള്ളവർ കഴിച്ചു തുടങ്ങും. അങ്ങനെ കൂട്ടത്തുള്ളവരെ കഴിപ്പിച്ച് പറ്റിച്ച് അവസാനം വലിയ കുറ്റത്തിലെത്തുന്ന സമയത്ത് ഈ വലിയ പോലീസ് ഓഫീസറുടെ മകനോ രാഷ്ട്രീയക്കാരൻ്റെ മകനോ കൂടി അകത്ത് പോകും. അപ്പോൾ അവർക്ക് ഊരി വരാൻ എളുപ്പമെന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഞാനിത് പോലീസിന് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ചില ആളുകൾ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കൈമാറും. മകൻ പറഞ്ഞ പേരുകളെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസമുള്ള ചില ഓഫീസർമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും തന്നെ ഇനി കോളേജിൽ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ വിരസതയുള്ള ഇവരുടെ ഏജന്റായിട്ട് അകത്ത് പഠിക്കുന്ന ഈ ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തണം. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഈ കോളേജ് കേന്ദ്രീകരിച്ച് ആരാണ് അവരുടെ സ്പൈ വർക്കർ, ആരാണ് അവർക്ക് ഈ റിക്രൂട്ട് ചെയ്ത് പിള്ളേരെ എത്തിച്ചു കൊടുക്കുന്നത്? അവർക്ക് ഈ വിൽപ്പന വളരെ കൂടുതൽ വരുന്നതിന് വേണ്ടി ആളുകളെ കൂടുതൽ കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ദ്രോഹികളെ, ഈ രാജ്യദ്രോഹികളെ തിരിച്ചറിയണ്ടേ? ഒരു രാജ്യത്തിനെ യൂത്ത് നശിപ്പിച്ചാൽ രാജ്യം നശിക്കും. ഇപ്പം യൂത്ത് നശിച്ച്, യൂത്ത് മാത്രമല്ല, ഇന്നലെയൊക്കെ പിടിച്ചതിൽ ഡോക്ടർമാരും ഉണ്ട്. ഈ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ചെയ്താലുള്ള സ്ഥിതി എന്ത്? എല്ലാ മേഖലയിലും തകർച്ചിട്ടുണ്ട്. ഇവിടെ യുവജന സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാം, ഞാനും രാഷ്ട്രീയക്കാരൻ തന്നെ പറയുന്നത് എന്താണ്? ഗ്യാസിന് വില കൂടിപ്പോയി, അരിക്ക് വില കൂടിപ്പോയത്. ഇതെന്ത് കൂടിട്ട്? പക്ഷേ ഒരു സമൂഹം പൂർണ്ണമായിട്ട് നശിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ മാത്രം വിചാരിച്ചാൽ തീരുന്നതല്ല. രക്ഷകർത്താക്കൾ മുന്നോട്ട് വരണം ധൈര്യമായിട്ട്. ഇതൊരു വലിയ കുറ്റമാണ് എന്നൊന്നും ചിന്തിക്കണ്ട. കുറ്റം തന്നെയാണ്, പക്ഷേ ഇത് തിരുത്താവുന്ന കുറ്റമാണ്. പക്ഷേ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ വീണ്ടും ഇതിലേക്കാവും, കോളേജുകളിലാവും, അതുപോലെ കളിക്കുന്ന സ്ഥലങ്ങളിൽ 17-18 വയസ്സുള്ള കുട്ടികൾ എല്ലാം നശിക്കുന്നു. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിന് തന്നെ ബാധിക്കുന്ന ഒരു വിഷയം, ബാക്കി വിഷയം ഒന്നും ഒരു വിഷയമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന വിഷയം ലഹരിയിലൂടെ ആളുകൾ നശിക്കുന്നു. അതിനൊരു പോംവഴി നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എൻ്റെ മകന് മാത്രം ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാൻ പുറത്തു പറയില്ലായിരുന്നു. എൻ്റെ രാജ്യത്തിന് ബാധിക്കുന്ന വിഷയം, യൂത്ത് നശിക്കുന്ന വിഷയം, അതുകൊണ്ട് ഞാൻ അത് പുറത്തു പറഞ്ഞു. അതുപോലെ എല്ലാ രക്ഷാകർത്താക്കളും മുന്നിലോട്ട് വരണം. അതിൽ ഒരു മോശവും ഉണ്ടാവില്ല. നമുക്ക് അവരെയൊക്കെ വീറും മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കണക്കിനുള്ള അവരുടെ കൗൺസിലിങ്ങും അതുമൊക്കെ നമുക്ക് ആരംഭിക്കാം. അതാണ് എൻ്റെ പ്രവർത്തന രീതി. അത് മാത്രമല്ല, ഞാനിപ്പോൾ
ഇത് മാറണമെങ്കിൽ സർക്കാരിൻ്റെ നടപടിക്കൊപ്പം തന്നെ ഈ മനസ്ഥിതി മാത്രം ഈ വ്യവസ്ഥിതി മാറിയോ മാത്രം പോരല്ലോ, മനസ്ഥിതി മാറണം. മനസ്ഥിതി മാറണമെങ്കിലോ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു ക്ലാസ് വയ്ക്കും, ഒരു എക്സൈസിൻ്റെ ഇൻസ്പെക്ടർ വന്ന് 2 വാക്ക് പറയും. അത് മാത്രമാണോ പോലീസിൻ്റെ ജോലി? നർക്കോട്ടിക് സെൽ എന്ന് പറയുന്ന ഒരു DYSPയും റൂറലിലും സിറ്റിയിലും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് ജീപ്പ് CIമാർ SIമാരൊക്കെ ഉണ്ടല്ലോ. 10-30 അടങ്ങുന്ന ഈ സ്ക്വാഡ് ചെയ്യണ ജോലി എന്തിനാണ്? ഹെൽമെറ്റ് ഇല്ലാതെ പോണവരെ പിടിക്കാനാണോ പോലീസ്? ശ്രീ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ, മകൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പോലീസിന് അറിയാവുന്നതല്ലേ? അപ്പോൾ പോലീസ് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നത് പോലീസുകാർക്കും ഭയമാണ്. അടിയേറ്റു എന്നുള്ള ഭയമല്ല, മാറ്റം കിട്ടും ചിലപ്പോൾ. ചില ആളുകൾ അവസാനം ഇങ്ങനെയൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സസ്പെൻഷൻ ആവും, അല്ലെങ്കിൽ സ്ഥലമാറ്റം കിട്ടും. ഇങ്ങനെയുള്ള പേടികളുണ്ട്. അല്ലാതെ പോലീസ് അതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പുറകോട്ട് നയിക്കുന്ന വലിയ ഘടകം. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ അവിടെ ആലപ്പുഴയിൽ കാണുകയാണ്.